നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ബോൾസിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്തിരുന്നു. ഇനി അതിൻ്റെ തന്നെ വേറൊരു സ്റ്റെപ്പ് പോവുകയാണ്. സംഖ്യകൾ വെച്ചുള്ള കണക്കുകളാണ്. ഒറ്റക്ക സംഖ്യകൾ അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യകൾ, അങ്ങനെ സംഖ്യകളെക്കുറിച്ചുള്ള പ്രോബ്ലംസ് നമുക്കിന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എ സ്റ്റുഡൻറ്റ് ഈസ് ആസ്ക്ഡ് ടു സേ എ 1 ഡിജിറ്റ് നമ്പർ. ഒരു കുട്ടിയോട് ഒരു ഒറ്റയക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു, അല്ലേ? എ സ്റ്റുഡൻറ്റ് ഈസ് ആസ്ക്ഡ് ടു സേ എ 1 ഡിജിറ്റ് നമ്പർ. ഒരു ഒറ്റയക്ക സംഖ്യ പറയാൻ ഒരു കുട്ടിയോട് ആവശ്യപ്പെടുന്നു. അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ മൾട്ടിപ്പിൾ ഓഫ് 3? അത് 3ന്റെ ഗുണിതങ്ങളാകാനുള്ള സാധ്യത എന്ത്? 3ന്റെ ഗുണിതങ്ങൾ, മൾട്ടിപ്പിൾ ഓഫ് 3. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു വർഗമാകാനുള്ള സാധ്യത എന്ത്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആവാനുള്ള ചാൻസ് എന്ത്? ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലാണെങ്കിൽ ഒരു കുട്ടിയോട് ഒരു ഒറ്റ സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന സംഖ്യ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്ത്? അതൊരു പൂർണ്ണവർഗമാകുന്നതിനുള്ള സാധ്യത എന്ത്? ആദ്യമേ നമുക്ക് ഒറ്റയക്ക സംഖ്യകൾ ഏതെല്ലാമെന്ന് നോക്കാം, എഴുതാം. അപ്പം ഒറ്റയക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെ അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 വരെയുള്ളൂ. 10 തൊട്ട് അങ്ങോട്ട് 2 അക്കം ഉണ്ടല്ലേ? അപ്പോൾ ഇത് ഒറ്റയക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 മുതൽ 9 വരെ എണ്ണം ഉണ്ട്. 9 വരെയാണ്. അത് എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഇവിടെ നമ്മൾ ഈ നമ്മുടെ ടോട്ടൽ ഔട്ട്കംസ് എന്നുള്ളത് എത്ര വരും? ടോട്ടൽ ഔട്ട്കംസ് 9 എണ്ണമാണ്, അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9 ടോട്ടൽ ഔട്ട്കം. ഇനിയും ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിൻ്റെ താഴെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എപ്പോഴും 9 ആയിരിക്കും. ഇനിയും നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്തുനിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇതിനകത്ത് 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ പലതും കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് എ മൾട്ടിപ്പിൾ ഓഫ് 3? ഇതിനകത്ത് ആദ്യത്തെ 3ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത. ഇതിനകത്ത് 3ന്റെ ഗുണിതം ഏതൊക്കെയോ? 3ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഒരു 3, 3, 2, 3, 6, 3, 9, 4, 12. അതാണ് ഗുണിതങ്ങൾ. അപ്പോൾ ഇവിടെ ആദ്യമേ നോക്കാം. 3 ഒരു ഗുണിതമാണ്, അല്ലേ? അത് കഴിഞ്ഞ് 1, 2 ഇല്ല, 4, 5 ഇല്ല, പിന്നെ 6, 7, 8 ഇല്ല, 9. 3ന്റെ ഗുണിതങ്ങൾ ഇവിടെ ഏതൊക്കെയാണ്? 3, 6, 9 3 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3, 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എത്ര എണ്ണം ഉണ്ട്? ഫേവറബിൾ ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ബൈ ടോട്ടൽ ഔട്ട്കംസ് 9, അല്ലേ? അപ്പം 3, 6, 9 ഇത് 3 3ന്റെ ഗുണിതങ്ങൾ. അത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. നമ്മൾ എഴുതി ഫേവറബിൾ ഔട്ട്കംസ് എന്നുള്ളത് 3 എന്ന് എഴുതുന്നു. ടോട്ടൽ ഔട്ട്കംസ് 9. ഇതിനെ 3 കൊണ്ട് ഹരിച്ച് ചെറുതാക്കി എഴുതാം. 3 കൊണ്ട് 3നെ ഹരിച്ചാൽ 1, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3, 1/3 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഒരു സ്ക്വയർ ആവാനുള്ള അല്ലെങ്കിൽ വർഗമാകാനുള്ള സാധ്യത എന്ത്? വർഗം ഇതിനകത്ത് നോക്കിയേ. 1 ഒരു വർഗമാണോ? വർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്വയറുകളാണ്, അല്ലേ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ഇങ്ങനെ അങ്ങ് പോകും. ഇതിനകത്ത് നമുക്ക് ഒറ്റ അക്കങ്ങൾ എവിടെ വരെ മതി? ഇവിടെ വരെ ഉള്ളൂ, അല്ലേ? 9 വരെയുള്ളൂ. ഇതൊക്കെ രണ്ടക്ക സംഖ്യകളാണ്. അപ്പം ഏതൊക്കെ വരുന്നുണ്ട് സ്ക്വയർ ആയിട്ട്? 1 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, പിന്നെ എത്രയുണ്ട്? 9 ഉണ്ട്. ഇതും എത്ര എണ്ണം ഉണ്ട്? ആകെ 3 എണ്ണം ഉണ്ട്. 1, 4, 9. അപ്പം സ്ക്വയർ ആവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ബീങ് എ സ്ക്വയർ, ഉത്തരം 3 ആണ് ഫേവറബിൾ ഔട്ട്കംസ്. ടോട്ടൽ 9. അതും ചെറുതാക്കി എഴുതുമ്പോൾ 1/3 അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം. എ സ്റ്റുഡൻറ്റ് ഈസ് ആസ്ക്ഡ് ടു സേ എ 1 ഡിജിറ്റ് നമ്പർ. ഒരു ഒറ്റയക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അത് 1 മുതൽ 9 വരെയാണ്. 1, 2, 3, 4 ഇങ്ങനെ 9 വരെയാണ് ഒറ്റയക്ക സംഖ്യകളുള്ളത്. അപ്പോൾ അത് ആകെ എത്ര എണ്ണം ഉണ്ട്? 9. ടോട്ടൽ ഔട്ട്കംസ് 9 ഇതിനെ സംബന്ധിച്ച് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 9. അതാണ് നമ്മുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായി വരിക. ഇനി ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് കണ്ടുപിടിക്കും. ഇതിനകത്തുനിന്ന് ഇനിയും ഇരട്ട സംഖ്യകൾ പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്? 2,
4, 6, 8 എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 എണ്ണം ഉണ്ട് അല്ലേ? അപ്പം അത് ചോദിച്ചിട്ടില്ല എങ്കിലും പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ ആണെങ്കിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2, 3, 4 എണ്ണം വരും. 4/9. പിന്നെ ഒറ്റ സംഖ്യകൾ ചോദിച്ചാലോ? 1, 3, 5, 7, 9 ഇതാണ് ഒറ്റ സംഖ്യകൾ. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ ആവാനുള്ള സാധ്യതയാണെങ്കിൽ 5 എണ്ണം ഉണ്ട്. 5/9 അല്ലേ? അപ്പം ഞാനിത് പറഞ്ഞത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തുനിന്ന് ഏത് ചോദിച്ചാലും ഇപ്പം ഇതിനകത്തുനിന്ന് 7 കിട്ടാനുള്ള സാധ്യതയാണെങ്കിൽ 7 ഒരു പ്രാവശ്യമേ ഉള്ളൂ, 1/9 വരും. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരക്കമാണ് ചോദിക്കുന്നെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത 1/9. ഒറ്റ സംഖ്യകളാണെങ്കിൽ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 5 എണ്ണം ഉണ്ട്. 5/9. ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 4 എണ്ണം ഉണ്ട്. അപ്പം 4/9. പിന്നെ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്ന 3ന്റെ ഗുണിതങ്ങളാണ്. 3ന്റെ ഗുണിതങ്ങളാകുമ്പോഴത്തേക്കും 3, 6, 9 3 എണ്ണം ഉണ്ട്. അപ്പം 3/9. പിന്നെ ചോദിച്ചിരിക്കുന്ന സ്ക്വയർ ആയിരുന്നു. സ്ക്വയർ നമുക്കറിയാം 1, 4, 9 ഇത് 3ഉം സ്ക്വയർ ആണ്. അപ്പോൾ അത് 3 എണ്ണം ഉണ്ട്. 3/9. ഇതിനെ സംബന്ധിച്ച് ചോദ്യം എന്തെന്നുള്ളത് ശ്രദ്ധിക്കുക. ടോട്ടൽ ഔട്ട്കംസ് 9 ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. നമ്മൾ നേരത്തെ ചെയ്ത് 1-digit നമ്പർ ആയിരുന്നു. ഇനിയും ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. 1 ഈസ് ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഒരാളോട് പറയാൻ ആവശ്യപ്പെടുന്നതാണ്. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ചോദ്യമാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ സ്ക്വയർ? അതൊരു സ്ക്വയർ ആവാനുള്ള സാധ്യത എന്ത്? അപ്പം നമുക്ക് 2-digit നമ്പേഴ്സ് ആദ്യമേ ഏതൊക്കെയെന്ന് നോക്കാം. 2-digit നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. 1 മുതൽ 9 വരെ ഒറ്റയക്കമാണ്. നമ്മൾ 2 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങും? 10ൽ തുടങ്ങും അല്ലേ? 10 മുതൽ എത്ര വരെയാണ്? 99 വരെയാണ്. 10 മുതൽ 99 വരെ. 10 to 99. 100 ആയി കഴിഞ്ഞാൽ അതിന് 3 അക്കമുണ്ട്. ഇത് 2 അക്കമേ പാടുള്ളൂ. 10 മുതൽ 99 വരെയാണ്. അപ്പോൾ പക്ഷെ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 10 മുതൽ 99 വരെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം, 99ൽ നിന്ന് 9 എണ്ണം കുറച്ചാൽ 90 എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിനൊരു ഫോർമുല പോലെ മനസ്സിലാക്കിയാൽ ഈ ടോട്ടൽ ഔട്ട്കംസ് നമുക്ക് എത്ര സംഖ്യ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ലാസ്റ്റ് സംഖ്യയിൽ നിന്ന് ഇത് കുറയ്ക്കണം. എന്നിട്ട് അതിനോട് 1 കൂട്ടിയാൽ മതി. ഏതാണേലും 3 അക്ക സംഖ്യ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 3 അക്ക സംഖ്യ 100 മുതൽ 999 വരെയല്ലേ? 3 അക്ക സംഖ്യ 100 മുതൽ 999 വരെയാണ്. അവിടെ ആ 999ൽ നിന്ന് 100 കുറയ്ക്കുക, എന്നിട്ട് 1 കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര സംഖ്യ ഉണ്ടെന്ന് കിട്ടും. ഇവിടെ 99ൽ നിന്ന് 10 കുറയ്ക്കുക, എത്രയാണ്? 89. 89 പ്ലസ് 1 എത്ര എണ്ണം ഉണ്ട്? 90 സംഖ്യയുണ്ട് അല്ലേ? ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 99ൽ നിന്ന് 10ന് പുറകോട്ടുള്ള 9 എണ്ണം കുറച്ചാലും മതി, 90 എന്ന് കിട്ടും. അതുപോലെ തന്നെ 3 അക്ക സംഖ്യ ആണെങ്കിൽ എന്താണ്? 100 മുതൽ 999 വരെയാണ്. അതും നിങ്ങൾക്ക് വേണേൽ ചെയ്യാം. 100ന് പുറകിൽ എത്ര വരെയുണ്ട്? 99 വരെയുണ്ട്. ഇതിൽ നിന്ന് കുറച്ചാൽ 900 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം. എത്രയാണ്? ആ അവസാന സംഖ്യ 999 മൈനസ് 100, എന്നിട്ട് അതിനോട് 1 കൂട്ടണം. 999ൽ 100 പോയാൽ 899 പ്ലസ് 1 900 എന്ന് കിട്ടും. ഇതൊന്ന് ഓർത്തിരിക്കുന്നതല്ലായിരിക്കും. 2 അക്ക സംഖ്യകളാകെ 90 എണ്ണം, 3 അക്ക സംഖ്യകൾ 900 എണ്ണം, ഒറ്റ അക്ക സംഖ്യകൾ 9 എണ്ണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് കിട്ടി. 2 അക്ക സംഖ്യകളാകെ എത്ര എണ്ണം ഉണ്ട്? 90. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൻ്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം 90 ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ സ്ക്വയർ? അപ്പം നമുക്ക് സംഖ്യകൾ എത്രയുണ്ട്? 10 മുതൽ 99 വരെ ഉണ്ട്. അതിൽ നിന്ന് സ്ക്വയർ ആവാനുള്ള സാധ്യത. മുമ്പത്തെ പോലെ സ്ക്വയർ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ 4, 3ന്റെ 9, 4ന്റെ 16, 5 25,
അപ്പോൾ സ്ക്വയർ നോക്കുക. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8 64, 9 81, 10 100. ഇതിങ്ങനെ അങ്ങ് പോകും. നമുക്ക് എവിടെ വരെ മതി? 99 വരെ ഉള്ളത് എടുക്കാൻ പറ്റത്തുള്ളൂ. 10 മുതൽ 99 വരെ അല്ലേ? അപ്പം ഈ ആദ്യത്തെ 3 നമുക്ക് എടുക്കാൻ പറ്റിയല്ല, കാരണം ഇതെന്താണ്? ഒറ്റയക്കമാണ്. ഇതിവിടെ നമുക്ക് വേണ്ട അല്ലേ? ഇതെടുക്കണ്ട. പിന്നെ 100ഉം വേണ്ട. അപ്പം അതിനിടയ്ക്കുള്ളത് ഇത്രയും ഭാഗം മതി നമുക്ക്. എത്ര എണ്ണം ഉണ്ട് ഇത്? ഇത്രയേ ഉള്ളൂ 2 അക്കം വരുന്നത് അല്ലേ? 16, 25, 36, 49, 64, 81. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 എണ്ണേ ഉള്ളൂ. അപ്പം 1ൻ്റെ സ്ക്വയർ 1, അത് ഒറ്റയക്കമാണ്, അത് ഇവിടെ വേണ്ട. 2ൻ്റെ സ്ക്വയർ 4, അതും ഒറ്റയക്കമാണ്. 3ൻ്റെ സ്ക്വയർ 9, അതും ഒറ്റയക്കമാണ്. നമുക്ക് 10 മുതൽ 99 വരെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 16, ഓക്കെ, 10നും 99 ഇടയ്ക്കാണ്. 25 അതെ, 36, 49, 64, 81. ഇത് ഇത്രയും 2 അക്ക സംഖ്യകളാണ് അല്ലേ? 10നും 99 ഇടയ്ക്കുള്ള സംഖ്യകൾ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്നുള്ളത് 6 ആണ്. അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബീങ് എ സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഫേവറബിൾ ഔട്ട്കംസ് ഇവിടെ എത്രയാണ്? 6 ബൈ ടോട്ടൽ 90. 6 ബൈ 90 എന്ന് വരും. ഇതിനെ 6 കൊണ്ട് ഹരിക്കാം. 1/15 എന്ന് വരും. 6 കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റും. 1 ഇവിടെ 15 എന്ന് വരും. 1/15 ആണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തുനിന്ന് വേറെ ഏതെല്ലാം രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടാനുള്ള ചാൻസ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അത് 25 ആകാനുള്ള സാധ്യതയുണ്ട്. 25 അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 60, അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 17 ആവാനുള്ള സാധ്യത എത്ര? 17 ആകെ ഒരു തവണയേ ഉള്ളൂ അല്ലെ? ഓരോ സംഖ്യകളും ഓരോ തവണയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ ആവാനുള്ള ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 ആണ്. അപ്പം നമുക്ക് 17 തന്നെ എഴുതാം. പ്രോബബിലിറ്റി 17 ആവാനുള്ള എത്ര? 17 ഉണ്ട്, ആകെ ഒരെണ്ണേ ഉള്ളൂ. 1 ടോട്ടൽ എപ്പോഴും എത്രയാണ്? 90 ആണ് അല്ലേ? അപ്പം ഇനി പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എഴുതി നോക്കും. ഇപ്പം 5ൻ്റെ ഗുണിതങ്ങളുടെ മൾട്ടിപ്പിൾസ് എന്നാവാം, 10ൻ്റെ മൾട്ടിപ്പിൾസ് എന്നാവാം. അപ്പം ഈ 10നും 99നും ഇടയ്ക്ക് 10ഉം 99 ഉൾപ്പെടെയാണ്. ഇതും ഉൾപ്പെടുത്തണം. ഇത് 10 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ നിന്ന് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് ആൻസർ ചെയ്യുക.